നീ എന്തെന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇവിടെ മഞ്ജു വന്നതല്ലേ, അവൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? മനസ്സില്ല. ഇനി ആരുടെ കാര്യങ്ങൾ ഞാൻ നോക്കില്ല. കരുണേ, വാശി വേണ്ട. നീ നിന്റെ രീതിയിൽ മുന്നോട്ട് പോവാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണേട്ടൻ വെറുതെ ഇരിക്കില്ല. അയാള് വെറുതെ ഇരിക്കണ്ട. അയാളോട് വെറുതെ ഇരിക്കണം ആരെങ്കിലും പറഞ്ഞോ? നീ എന്തോ ഭാവിച്ചിട്ടാണല്ലോ. ആരടി നീ? കല്യാണം കഴിയുന്നതിന് മുൻപ് നിനക്ക് എന്റെ മുന്നിലൊന്ന് ഇരിക്കാൻ പറ്റുമായിരുന്നോടി? നീ ഇരുന്നിട്ടുണ്ടോടി? കല്യാണത്തിന് മുൻപുള്ള കഥകളൊന്നും എനിക്കറിയണ്ട. കല്യാണത്തിന് ശേഷം ഇപ്പൊ എന്താണോ നടക്കുന്നത് അതിനനുസരിച്ച് നീ ജീവിച്ചാ മതി. ജീവിക്കാൻ മനസ്സില്ലെങ്കിലോ? ദേ, നീ ഒരുപാട് വില നൽകേണ്ടി വരും. എത്ര വില? അത് പറ. നീ എന്നെ ചൊടിപ്പിക്കുകയാണോ? ഒരുപാട് സഹിച്ചു, ക്ഷമിച്ചു, അത്രയൊക്കെ മതി. ഇനി നീ പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും വേണമെങ്കിലേ നീ പൈസ കൊടുത്ത ആളെ വെക്കണം. നീ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ദേ, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കേണ്ടി വരും. കേട്ടില്ലെങ്കിലോ? ദേ, കണ്ണേട്ടൻ പുറത്തു പോയിരിക്ക. തിരിച്ചു വരുമ്പോ നീ ഇതുപോലെ കണ്ണേട്ടനോട് സംസാരിക്കണം. അയാളോട് ഞാനെന്ന് സംസാരിക്കാനാ? ഞാൻ ധിക്കാരം കാട്ടിയാ എന്റെ അച്ഛനെ നീ എല്ലാം കൂടെ കോടതി കയറ്റുമായിരിക്കും, ജയിലിലോട്ട് വിടുവായിരിക്കും. അച്ഛൻ മാത്രമല്ല, ഞാനും ജയിലിൽ കിടക്കാൻ തയ്യാറാണെങ്കിലോ? ഞാൻ പറഞ്ഞില്ലേ, നീ വീട്ടിൽ പോയപ്പോ നിന്നെ വളർത്തി നശിപ്പിച്ച നിന്റെ അച്ഛനും മുത്തശ്ശിയും കൂടെ ഉപദേശങ്ങൾ തന്നു കാണുമായിരിക്കും. അതൊക്കെ കേട്ടിട്ട് നീ നിന്റെ ഭാവി ഇല്ലാതാക്കുന്ന സംസാരം നിർത്തുന്നതാ നല്ലത്. എന്നെ അടുക്കളയിൽ കയറ്റുമ്പോ, എന്നെ കൊണ്ട് വീട്ടുജോലി ചെയ്യിക്കുമ്പോ നിനക്കൊരു കുറ്റബോധവും തോന്നാറില്ല? എന്തിനാ കുറ്റബോധം തോന്നുന്നേ? നാളെ അതുകൊണ്ട് നിനക്ക് ഗുണമേ ഉണ്ടാവൂ. എനിക്ക് അങ്ങനെ ഒരു ഗുണം വേണ്ട. മറ്റുള്ളവർക്ക് വെച്ച് വിളമ്പാൻ എനിക്കിഷ്ടമല്ല. മറ്റുള്ളവരെന്തേലും ഉണ്ടാക്കി മുന്നിൽ കൊണ്ട് വയ്ക്കുന്നതാ എനിക്കിഷ്ടം. ഇനി അത് നടക്കത്തില്ല എന്ന് മാത്രമല്ല, ഇനി ഒരു കോംപ്രമൈസിന് ഞാനും കണ്ണേട്ടനും തയ്യാറുമല്ല. ഞങ്ങളുടെ വാക്ക് കേൾക്കാൻ വയ്യെങ്കിലേ ഇനി നീ കാണാനും കേൾക്കാനും പോകുന്നത് നീ സങ്കല്പിക്കാത്ത പോലും കാര്യങ്ങളായിരിക്കും. കുറിച്ചിട്ടോ. ലക്ഷ്മി, കണ്ണോർക്ക് കണ്ണോർക്ക്. അയ്യോ, അയ്യോ, എന്താ എന്തു പറ്റിയതാ? അവള് കാല് തെറ്റി വീണതല്ല, ഞാൻ തള്ളിയിട്ടതാ. അവളെ അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ തന്നെ.